2025 ഇങ്ങ് എത്താറായി. 2024 തീരാറായില്ല. എന്ത് പെട്ടെന്നാണ്. 4 ദിവസം കൂടെ ഉള്ളൂ 2024. ഇനി പുതുവർഷത്തെ വരവേൽക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ അതൊക്കെ എന്താണെന്നൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പങ്കുവെച്ചോളൂ. തലസ്ഥാനം പ്രകാശപൂരിതമായി ക്രിസ്മസോടുകൂടി തന്നെ നിൽക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കനകക്കുന്നൊക്കെ മിന്നി തിളങ്ങുന്നുവെന്നാണ് സുനിഷ പറയുന്നത്. അത് എത്രമാത്രം മിന്നുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എല്ലാവരും പുതുവർഷം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായി കഴിഞ്ഞു. ഞങ്ങളിവിടെ പുഷ്പോത്സവവും ലൈറ്റ് ഷോയും ഒക്കെ ആക്കി ആഘോഷത്തിന്റെ വൈബ് അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇത് കാണുന്നവർ ചിന്തിക്കും ഇതിൽ എന്താണ് ഇത്ര കളർ എന്ന്. പക്ഷെ ആ കളർ എന്താണ് എന്ന് കാണണമെങ്കിൽ ജസ്റ്റ് എ മിനിറ്റ്. ഇത് 2025 നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അല്ല, ഞങ്ങളിതാ 2025 സ്വാഗതം ചെയ്യുന്നു. കനകക്കുന്നിലെത്തിയാൽ ആഘോഷത്തിന്റെ വെളിച്ചം തെളിഞ്ഞു കഴിഞ്ഞു. വിവിധ വർണ്ണത്തിൽ വിവിധ രൂപത്തിൽ മിന്നിത്തെളിയുന്നുണ്ട് കാഴ്ചകൾ. ഞാൻ പതിവായിട്ട് വരുന്നതാണ്. ഈ വർഷം കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ലൈറ്റ് സെറ്റിങ്സ് എല്ലാം വളരെ നന്നായി. ശരിക്കും പറഞ്ഞു ഒരു ആഘോഷം ഉണ്ടായിരുന്നില്ല. വയനാട് ഈ ദുരന്തം കാരണം നമ്മൾക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. അതെല്ലാ കുറവുകളും നിർത്തിയിട്ട് നമ്മൾ ക്രിസ്മസിന് എല്ലാവരും ഒത്തൊരുമയോടുകൂടി മ്യൂസിയത്തിൽ അല്ലെങ്കിൽ കനാക്കുന്നിലൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഒരു സന്തോഷമുണ്ട്. നല്ല ഭംഗിയുണ്ട്. പൂക്കളെല്ലാം കൂടെയൊക്കെ കാണാനായിട്ട് കുറച്ചും കൂടി നേരത്തെ വരാനുള്ളായിരുന്നു എന്ന് തോന്നുന്നു. ഒരുപാട് ഇഷ്ടമായി. വീണ്ടും വീണ്ടും വരണമെന്ന് തോന്നി. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അത്രയ്ക്കും സന്തോഷം. നല്ല രസമുണ്ട്. കണ്ടുകൊണ്ട് നടക്കാൻ നല്ല ഭംഗിയുണ്ട്. മഞ്ഞു മനുഷ്യനും പോളാർ ബിയറും സിൻഡ്രല്ലയും തുടങ്ങി വൈവിധ്യങ്ങളുടെ ദീപക്കാഴ്ച. ഇലുമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി എന്നാണ് ഈ ലൈറ്റ് ഷോയ്ക്ക് പേര്. ജനുവരി 3 വരെ ഈ ഉത്സവ കാഴ്ച ആസ്വദിക്കാം. ഒപ്പം നല്ല കളർഫുൾ പൂക്കളുടെ വസന്തോത്സവവും. തിരുവനന്തപുരം നഗരത്തിലെ ഈ ലൈറ്റിംഗ് എല്ലാ നിലയിലും നമ്മുടെ ക്യാപിറ്റൽ സിറ്റി എന്നുള്ള നിലയിൽ ഇവിടെ വരുന്ന സഞ്ചാരികൾ, നമ്മുടെ കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്നവർ, കേരളത്തിൻ്റെ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നവർ, അവർക്കൊക്കെ വലിയ പോസിറ്റീവ് വൈബ് നൽകിയിട്ടുണ്ട്. ഇത്തവണ അത് നൽകും. ആഘോഷങ്ങളിൽ ഒത്തുചേരാനും സന്തോഷം പങ്കിടാനും ഒരുമയുടെ സന്ദേശം കൈമാറുവാനും ഇവിടെയുണ്ട് അവസരം. ടൂറിസം വകുപ്പ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി ചേർന്നാണ് ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നത്. കണ്ടല്ലോ, രാത്രിയും പകലും ഒന്നും ആഘോഷത്തിന് ഒരു കുറവുമില്ല. ഫുൾ കളർഫുള്ളാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനും അരുൺ മുരളീധരനും ഒപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ. ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.